പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുക. 22-ാമത്തെ വചനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് യേശു ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ഈ യാത്രയിൽ ഒരുവൻ യേശുവിനോട് ചോദിച്ചു, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ? രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ എന്ന യേശുവിനോടുള്ള ചോദ്യത്തിന് യേശു പറഞ്ഞൊരു ഉത്തരമാണ് പ്രധാനമായിട്ടുള്ള ഇന്നത്തെ ധ്യാന വിഷയം. യേശു പറഞ്ഞു, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ പരിശ്രമിക്കുവിൻ. അനേകം പേര് ഈ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാനായിട്ട് പരിശ്രമിക്കും, പക്ഷേ അവർക്ക് സാധിക്കുകയില്ല. യേശു പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, നിന്റെ ഈ ഭൂമിയിലെ ജീവിതം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരണമെങ്കിൽ, നിന്റെ ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം നിത്യമായ ജീവിതം സ്വർഗത്തിൽ അത് നിനക്ക് അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ, സ്വന്തമാക്കാൻ സാധിക്കണമെങ്കിൽ, നിന്റെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് നിന്നെ സഹായിക്കുന്ന, നിനക്ക് വഴിയൊരുക്കുന്ന ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ തക്ക വിധത്തിൽ നിന്റെ ഈ ലോക ജീവിതത്തിലെ മനോഭാവത്തെയും ചിന്തയെയും പ്രവൃത്തികളെയും ബന്ധങ്ങളെയെല്ലാം നീ ഓരോ ദിവസവും ശരിയാക്കണം. എനിക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കണമെങ്കിൽ ഞാന് ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ തക്ക വിധത്തിൽ, ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കാൻ തക്ക വിധത്തിൽ എന്റെ ഓരോ ദിവസത്തെയും ജീവിതത്തെ ഞാൻ ക്രമീകരിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇനി ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ, ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കാൻ അനുദിന ജീവിതത്തിൽ നാം 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ ദിവസവും ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാനുള്ള പരിശ്രമം അല്ലെങ്കിൽ തയ്യാറെടുപ്പ് വേണ്ട രീതിയിലാവുകയുള്ളൂ. ഏതാണ് ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ ആവശ്യമായിട്ടുള്ള 3 കാര്യങ്ങൾ? 1, ഹൃദയത്തിന്റെ വിശുദ്ധി. ഓരോ ദിവസവും എന്റെ ഹൃദയം പൂർണ്ണമായും വിശുദ്ധമായി തീരണം. ഹൃദയത്തെക്കുറിച്ച് കർത്താവിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 9-ാം തിരുവചനം: ഹൃദയം മറ്റെന്തിനേക്കാൾ കാപഠ്യമുള്ളതാണ്, ശോചനീയമാംവിധം അത് ദുഷിച്ചതാണ്, അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ സാധിക്കുക? എന്ന് പറയുമ്പോൾ വചനം ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞു തരിക, ഹൃദയത്തില് ഒരു കപടതയുടേതായ അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവം വചനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്, നീ എപ്പോഴും നിന്റെ ഹൃദയത്തിൽ കാപഠ്യമില്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാപഠ്യമുള്ള ഒരു ഹൃദയത്തിൽ വിശുദ്ധി കടന്നു വരികയില്ല. അപ്പോൾ ഹൃദയം വിശുദ്ധമായി തീരണമെങ്കിൽ ഹൃദയത്തിൽ കാപഠ്യമുണ്ടാകരുത്, കപടതയുണ്ടാകരുത്. എന്താണ് കാപഠ്യം എന്ന് പറഞ്ഞാൽ? കപടത എന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിക്കുന്നു, വേറൊന്ന് പറയുന്നു, വേറൊന്ന് പ്രവർത്തിക്കുന്നു. അർത്ഥം, ചിന്തയും വാക്കും പ്രവൃത്തിയും തമ്മിൽ പരസ്പരം ബന്ധമില്ലാത്തതിനെയാണ് കപടത എന്ന് പറയുന്നത്. യേശു ഏറ്റവും കൂടുതൽ വെറുത്തതും യേശു ഏറ്റവും കൂടുതൽ എതിർത്ത് സംസാരിച്ചതും ഈ കാപട്യത്തെക്കുറിച്ചാണ്. യേശു നിയമജ്ഞരെയും ഫരിസേയരെയും കുറിച്ച് പറഞ്ഞു, കപടനാട്ടിക്കാരായ നിയമജ്ഞരെ ഫരിസേയരെ നിങ്ങൾക്ക് ദുരിതം. അവരുടെ ഹൃദയത്തിന്റെ കാപട്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 13 മുതലുള്ള വചനം നമ്മൾ വായിച്ചാൽ യേശു അവിടെ നിയമജ്ഞരെയും ഫരിസേയരെയും ആവർത്തിച്ച് ഈ
കാപട്യത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യ വ്യക്തിയുടെ ജീവിതത്തിൽ, അവന്റെ ഹൃദയത്തിൽ ഈ കാപട്യം ഉണ്ടാകരുത്, കപടത ഉണ്ടാകരുത്. നീ എന്ത് ചിന്തിക്കുന്നോ ചിന്തിക്കുന്നത് പറയുക, പറയുന്നത് പ്രവർത്തിക്കുക. ചിന്തയും സംസാരവും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധം വേണം. എങ്ങനെയുള്ള ബന്ധം? ശരിയായ ബന്ധം. എങ്ങനെയുള്ള ബന്ധം? നേരായ ബന്ധം. എങ്ങനെയുള്ള ബന്ധം? സത്യസന്ധയുടെ ബന്ധം. രണ്ടാമത്തെ കാര്യം മനസ്സിന്റെ വിശാലതയാണ്. അനുദിന ജീവിതത്തിൽ നിന്റെ മനസ്സ് വിശാലമാണെങ്കിൽ, ഈ വിശാലമായ മനസ്സുള്ള വ്യക്തിക്ക് ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കാനും ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കാനും സാധിക്കും. നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് വിശാലമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യ വ്യക്തിയുടെ മനസ്സിൽ എന്തോരം കാര്യങ്ങൾ നിറച്ചാലും ഒരിക്കലും മനസ്സ് നിറഞ്ഞ് കവിയുകയില്ല. ആരെങ്കിലും എപ്പോഴെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? എന്റെ മനസ്സിന് ഇനി 1 ഇഞ്ച് സ്ഥലം പോലും ഇല്ല ആരെയും കയറ്റാനായിട്ട്? ഇല്ല. ഏത് മനസ്സിലും എത്രമാത്രം നിറച്ചാലും നിറഞ്ഞു കവിയാത്ത വിധത്തിലാണ് ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്റെ മനസ്സിൽ ഞാൻ എല്ലാവരെയും സ്വീകരിക്കാൻ തക്കവിധത്തിൽ ഇടം കൊടുത്താൽ, എല്ലാവരെയും സ്വീകരിക്കാൻ തക്കവിധത്തിൽ ഇടം കൊടുക്കുന്ന മനസ്സിനെയാണ് വിശാലമായ മനസ്സ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ എന്താ നമ്മൾക്ക് ചെയ്യുക? എന്നോട് ഇഷ്ടം തോന്നുന്നവര്, എനിക്ക് താല്പര്യമുള്ളവര്, എനിക്ക് ഉപകാരം ചെയ്യുന്നവര്, എന്നോട് സഹകരിക്കുന്നവര്, ഇവരോടെല്ലാം എനിക്ക് താല്പര്യമാണ്, ഇവരെല്ലാം എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? അവരെല്ലാം എന്റെ മനസ്സ് ഞാൻ സ്വീകരിക്കും. എന്നാൽ എന്നെ കുറ്റപ്പെടുത്തുന്നവരെ, എന്നെ കളിയാക്കുന്നവരെ, എന്നെ വേദനിപ്പിക്കുന്നവരെ, എന്നെ സഹായിക്കാത്തവരെ, എനിക്ക് ദ്രോഹം ചെയ്യുന്നവരെ, അവരെല്ലാം ഞാൻ എന്റെ മനസ്സിന് പുറത്താക്കും. ഇങ്ങനെ അവര് എന്റെ മനസ്സിന്റെ പുറത്ത് കിടക്കുന്നിടത്തോളം കാലം എനിക്ക് ആരോടെല്ലാം വൈരാഗ്യവും വെറുപ്പും ശത്രുതയും ഉണ്ടോ, അപ്പോഴെല്ലാം എന്റെ മനസ്സ് ഇടുങ്ങുകയാണ്. ഇപ്രകാരം നിന്റെ മനസ്സിടുങ്ങിയാൽ നിനക്ക് ഇടുങ്ങിയ വഴിയിലൂടെ, ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കാൻ സാധിക്കില്ല. നിനക്ക് ഇടുങ്ങിയ വഴിയിലൂടെയും ഇടുങ്ങിയ വാതിലൂടെയും പ്രവേശിക്കാൻ സാധിക്കണമെങ്കിൽ നിന്റെ മനസ്സ് വിശാലമാകണം. എന്താ യേശുവിന്റെ മനസ്സിന്റെ പ്രത്യേകത? യേശുവിന്റെ മനസ്സിന്റെ പ്രത്യേകത, യേശുവിന്റെ മനസ്സിൽ എല്ലാവർക്കും ഇടമുണ്ടായിരുന്നു. യേശു തന്റെ മനസ്സിൽ നിന്ന് ആരെയും തള്ളിക്കളഞ്ഞില്ല. നമ്മള് ഇങ്ങനെ വചനത്തിൽ വായിക്കും. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 6-ഉം 7-ഉം തിരുവചനം. മറിയം തന്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ച് പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ലോകരക്ഷകനായ യേശുവിന് വന്നു പിറക്കാനായിട്ട് ഒരൊറ്റ മനുഷ്യ വ്യക്തികളുടെയും ഭവനത്തിൽ ഇടമില്ലായിരുന്നു, ഇടം കൊടുത്തില്ല. അറിയണം, ഭവനങ്ങളിൽ ഇടമില്ലായിരുന്നത് കൊണ്ടല്ല, മറിച്ച് ആ ഭവനങ്ങളിൽ താമസിച്ച വ്യക്തികളുടെ മനസ്സിൽ ഇടമില്ലായിരുന്നുകൊണ്ടാണ്. മനസ്സിൽ ഇടമില്ലാതിരുന്നപ്പോൾ ഭവനത്തിൽ ഇടമില്ലാതെ വന്നു. അങ്ങനെ വന്നു പിറക്കാൻ ഒരു വ്യക്തിയും ഇടം കൊടുക്കാതെ കാലിത്തൊഴുത്തിൽ പിറന്ന യേശുക്രിസ്തുവിന്റെ മനസ്സിൽ എല്ലാവർക്കും ഇടം. തന്നെ കുറ്റപ്പെടുത്തിയവർക്ക്, കളിയാക്കിയവർക്ക്, മുഖത്ത് തുപ്പിയവർക്ക്, കരണത്തടിച്ചവർക്ക്, അവരെല്ലാം യേശു തന്റെ മനസ്സിൽ സ്വീകരിച്ചു. അവരെ ആരെയും യേശു തന്റെ മനസ്സിൽ തള്ളിക്കളഞ്ഞില്ല. പാപിക്കും, ചുങ്കക്കാരനും, വേശ്യയ്ക്കും, എല്ലാ മനുഷ്യ വ്യക്തികൾക്കും യേശുവിന്റെ മനസ്സിൽ ഇടമുണ്ടായിരുന്നു. ഇതേ മനസ്സാണ് ദൈവം നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനെ പോലെ എന്റെ മനസ്സും ഓരോ ദിവസവും വിശാലമായി തീരണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഞാന് എന്റെ മനസ്സിൽ നിന്ന് ആരെയും തള്ളിക്കളയാതിരുന്നാൽ, എന്റെ മനസ്സിൽ മറ്റുള്ളവർക്ക് ഇടം കൊടുത്താൽ, ഇങ്ങനെ മനസ്സിൽ ഇടം കൊടുക്കുന്ന വ്യക്തിക്കാണ്
ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കാൻ സാധിക്കുക. അപ്പോൾ ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കണമെങ്കിൽ എന്റെ മനസ്സിൽ രണ്ട് കാര്യം ഞാൻ ശ്രദ്ധിക്കണം. ഒന്ന്, എന്റെ മനസ്സിൽ നിന്ന് ഞാൻ ആരെയും തള്ളിക്കളയരുത്. എല്ലാവരെയും സ്വീകരിക്കാൻ എന്റെ മനസ്സിൽ ഞാൻ ഇടം കൊടുക്കുക. രണ്ട്, എല്ലാവരെയും സ്വീകരിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു വിശാലമായ മനസ്സാണ് എന്നിലുള്ളതെങ്കിൽ എന്റെ മനസ്സിനെ ആർക്കും മുറിപ്പെടുത്താൻ സാധിക്കില്ല. മനസ്സിനെ മുറിപ്പെടുത്താതെ ജീവിതം മുമ്പോട്ട് പോകണമെങ്കിൽ ഞാൻ എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരു മനസ്സ് രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ, എന്നെ കളിയാക്കുമ്പോൾ, എന്നെ വേദനിപ്പിക്കുമ്പോൾ, എനിക്കെതിരെ സംസാരിക്കുമ്പോൾ ആ കുറ്റപ്പെടുത്തലും കളിയാക്കലും നൊമ്പരപ്പെടുത്തലും മനസ്സിനെ മുറിപ്പെടുത്താതിരിക്കണമെങ്കിൽ, അവരെയും എന്റെ മനസ്സിൽ സ്വീകരിക്കാൻ സാധിക്കണമെങ്കിൽ യേശു കണ്ടതുപോലെ കാണണം. യേശു എങ്ങനെയാണ് കണ്ടത്? യേശു അവരെ നിരപരാധിയായി കണ്ടു. നിരപരാധിയായി കാണാൻ കാരണം എന്താ? ഇവരല്ല കാരണക്കാര്, പിതാവ് അനുവദിച്ചതുകൊണ്ടാണ്. ഞാൻ ഇങ്ങനെ ദൈവം അനുവദിച്ചതുകൊണ്ടാണ് അവരെന്നെ കുറ്റപ്പെടുത്തിയെന്നും, ദൈവം അനുവദിച്ചതുകൊണ്ടാണ് അവരെന്നെ കളിയാക്കിയെന്നും, ദൈവം അനുവദിച്ചതുകൊണ്ടാണ് ഈ നൊമ്പരങ്ങളും സഹനങ്ങളും വന്നത് എന്നും ഞാൻ തിരിച്ചറിഞ്ഞാൽ, ഈ തിരിച്ചറിവ് എന്നിലുണ്ടായാൽ, ഞാൻ അവരെ എന്റെ മനസ്സിൽ നിന്ന് പുറത്താക്കിയില്ല, മറിച്ച് അവരെ എന്റെ മനസ്സിൽ സ്വീകരിച്ച്, ഇങ്ങനെ ഞാൻ ഓരോരുത്തരെയും സ്വീകരിക്കുന്തോറും എന്റെ മനസ്സ് കൂടുതൽ കൂടുതൽ വിശാലമായി തീരുകയാണ്. എന്റെ മനസ്സ് കൂടുതൽ കൂടുതൽ വിശാലമായി തീർന്നാൽ എനിക്ക് ഇടുങ്ങിയ വാതിലിലൂടെ, ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും. ഈ മനസ്സിന്റെ വിശാലത എനിക്ക് സ്വർഗം ഉറപ്പാക്കി തരികയാണ്. അതുകൊണ്ട് യേശുക്രിസ്തു പറയുന്നു, നീ ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കാൻ നിന്റെ അനുദിന ജീവിതത്തിൽ നീ ശ്രദ്ധിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണം. ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കാൻ നമുക്ക് പറഞ്ഞു തരുന്ന മൂന്നാമത്തെ കാര്യം ജീവിതത്തിലെ എളിമയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്ന്, ഹൃദയത്തിന്റെ വിശുദ്ധി; രണ്ട്, മനസ്സിന്റെ വിശാലത; മൂന്ന്, ജീവിതത്തിന്റെ എളിമ. ഓരോ വ്യക്തിയും അനുദിന ജീവിതത്തിൽ എത്രമാത്രം ലോകത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ എളിമപ്പെടാൻ തയ്യാറാകുന്നോ, എളിമപ്പെടാൻ തയ്യാറാകുന്നതനുസരിച്ച് ദൈവം ഓരോ ദിവസവും നിന്നെ കൂടുതൽ കൂടുതൽ ഉയർത്തും. അപ്പോൾ ഞാൻ അറിയണം, എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഒരു ഭാര്യയ്ക്ക് സ്നേഹിക്കാത്ത, അല്ലെങ്കിൽ ദുശീല സ്വഭാവമുള്ള, അല്ലെങ്കിൽ വഴക്ക് പറയുന്ന, അംഗീകരിക്കാത്ത ഒരു ജീവിത പങ്കാളി, ഒരു ഭർത്താവിനെ ദൈവം കൊടുക്കുന്നത്? ഞാന് അതിലേക്ക് നോക്കി മനസ്സുമെടുക്കുകയോ അസ്വസ്ഥപ്പെടുകയോ പരാതി പറയുകയോ അല്ല ചെയ്യേണ്ടത്, മറിച്ച് എനിക്കൊരു തിരിച്ചറിവുണ്ടാകണം, ഇത്തരത്തിലുള്ള ഒരു ജീവിത പങ്കാളിയെ എനിക്ക് ദൈവം നൽകിയത് ഞാന് എന്റെ അനുദിന ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ എളിമപ്പെടാൻ വേണ്ടിയാണ്. അപ്പോൾ കൂടുതൽ കൂടുതൽ എളിമപ്പെടുന്നതിന് വേണ്ടി കർത്താവ് തന്നിരിക്കുന്നതായ ജീവിത പങ്കാളിയെ നല്ല മനസ്സോടും നല്ല മനോഭാവത്തോടും കൂടി സ്വീകരിച്ചെങ്കിൽ മാത്രമേ ആ എളിമപ്പെടലിലൂടെ ദൈവത്തിന് അത്യധികം ഉയർത്താനായിട്ട് സാധിക്കുള്ളൂ. എന്റെ ജീവിതത്തിൽ കഷ്ടതകള്, സഹനങ്ങള്, തകർച്ചകള്, രോഗങ്ങള്, ഇത് മുഴുവൻ ഒന്നിനു പുറകെ ഒന്നായി ദൈവം അനുവദിക്കുന്നത് നീ അതിലൂടെ അസ്വസ്ഥപ്പെടാനല്ല, പരാതി പറയാനല്ല, ദൈവത്തിലുള്ള വിശ്വാസത്തിന് പിന്തിരിയാനല്ല, മറിച്ച് ഇങ്ങനെ ഓരോന്നും ദൈവം അനുവദിക്കുന്നത്, ഈ അനുവദിക്കുന്നത് വഴിയായി നീ കൂടുതൽ കൂടുതൽ ജീവിതത്തിൽ എളിമപ്പെടാൻ വേണ്ടിയാ. ഇങ്ങനെ നിന്നെ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ എളിമപ്പെടുത്തുന്നത് വഴി നിനക്ക് ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കാൻ, ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കാനായിട്ടുള്ള ഒരു പരിശ്രമമാണ്, അല്ലെങ്കിൽ ഒരു വെട്ടിയൊരുക്കലാണ്, അല്ലെങ്കിൽ അതുവഴിയായിട്ട് നിന്നെ തന്നെ നീ ക്രമീകരിക്കുന്നതിന് വേണ്ടി കർത്താവ് നൽകുന്ന അടയാളങ്ങളാണ്, കർത്താവ് നൽകുന്ന കാര്യങ്ങളാണ്. ഇത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഞാന് അനുദിന ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടതകളിലും സഹനങ്ങളിലും രോഗങ്ങളിലും നൊമ്പരങ്ങളിലും മനസ്സുമെടുക്കാതെ, നിരാശപ്പെടാതെ, ദുഃഖിക്കാതെ, പരാതി പറയാതെ അതിനെല്ലാം വലിയ ആനന്ദത്തോടെ സ്വീകരിക്കുള്ളൂ. അപ്പോൾ
എന്തിനാണ് ദൈവം ഇത് ഓരോന്നും അനുവദിക്കുന്നത്? എന്റെ അനുദിന ജീവിതത്തിൽ ഞാൻ കൂടുതൽ കൂടുതൽ എളിമപ്പെടാൻ. ജീവിതത്തിൽ ആരെല്ലാം ഈ എളിമയുടെ മനോഭാവത്തെ സ്വീകരിക്കുന്നോ, ലാളിത്യത്തിന്റെ മനോഭാവത്തെ സ്വീകരിക്കുന്നവർക്കെല്ലാം വചനം ഉറപ്പു പറയുന്നു, ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കാനായിട്ട് സാധിക്കും. അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 19 മുതൽ 21 വരെയുള്ള വചനത്തിൽ യേശു പറയുന്നു, ഇടുങ്ങിയ വഴിയിലൂടെ, ഇടുങ്ങിയ വാതിലൂടെ സഞ്ചരിക്കണമെങ്കിൽ നീ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കാൻ തക്ക വിധത്തിൽ നിന്റെ ഈ ലോക ജീവിതത്തിൽ പ്രവർത്തിക്കണം. സമ്പത്ത്, സ്ഥാനമാനം, അധികാരം, അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്താലും കുഴപ്പമില്ല. സമ്പത്ത് നേടിയെടുക്കുക, പണം നേടിയെടുക്കുക, അധികാരം നേടിയെടുക്കുക, ഇത്തരത്തിലുള്ള മനോഭാവവും പ്രവണതയുമായിട്ട് നീ സഞ്ചരിച്ചാൽ നീ നേടിയെടുക്കുന്ന കാര്യം എപ്പോ വേണേലും നിനക്ക് നഷ്ടപ്പെടാം. നിന്റെ ആത്മാവിനെ ഏത് സമയത്ത് വേണേലും കർത്താവ് തിരിച്ചു വിളിക്കാം. അതുകൊണ്ട് നീ ഈ ഭൂമിയിൽ സമ്പത്ത് ശേഖരിച്ച് വെക്കുന്നതായ കാര്യത്തിൽ നീ കൂടുതൽ ശ്രദ്ധ ചെലുത്തരുത്. മറിച്ച് നിന്റെ ഈ ഭൂമിയിൽ ശേഖരിച്ചു വയ്ക്കാനായിട്ടുള്ള പരിശ്രമങ്ങളെല്ലാം അത് സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ വചനം പറയുകയാണ്, അത് തുരുമ്പും കീടങ്ങളും നശിപ്പിക്കുകയും കള്ളൻ മോഷ്ടിക്കുകയും ചെയ്യും. കള്ളന് മോഷ്ടിക്കാൻ സാധിക്കാത്ത, തുരുമ്പും കീടങ്ങളും നശിപ്പിക്കാൻ സാധിക്കാത്ത സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപം കരുതി വയ്ക്കുവിൻ. സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുന്നവന് അവന് ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കാനും ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കാനും സാധിക്കും. അനുദിന ജീവിതത്തിൽ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണെങ്കിൽ ഈ പരിശ്രമത്തിന്റെ പിന്നില് നിന്റെ ഓരോ കാര്യങ്ങളിലും ദൈവം കൂടുതൽ വിശുദ്ധിയും ദൈവം കൂടുതൽ അനുഗ്രഹവും നിനക്ക് തന്നുകൊണ്ടിരിക്കും. കുറച്ച് നാളുകൾക്ക് മുമ്പ് മലബാർ ഭാഗത്ത് ഒരു പോപ്പിൾ മിഷൻ ധ്യാനത്തിന് ഞാൻ പോയിരിക്കുകയായിരുന്നു. പോപ്പിൾ മിഷൻ ധ്യാനത്തിന്റെ ഒരു പ്രത്യേകത, ഞായറാഴ്ച ധ്യാനം ആരംഭിച്ചാൽ വെള്ളിയാഴ്ച അവസാനിക്കും. ഇതിന്റെ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ആ ധ്യാനം നടക്കുന്ന ഇടവകയിലെ പല സെന്ററുകളായിട്ടാണ് തിരിച്ച് ധ്യാനം നടത്തുക. ഓരോ സെന്ററിലും 2 വൈദികർ വീതം ഉണ്ടാവും. ഈ സെന്ററിലുള്ള 2 അച്ഛന്മാരും തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ആ സെന്ററിന്റെ കീഴിലുള്ള എല്ലാ ഭവനങ്ങളിൽ സന്ദർശിക്കും. ഇങ്ങനെ ധ്യാനം രാവിലെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ഉള്ളൂ. രാവിലത്തെ ധ്യാനത്തിന് ശേഷം വൈകുന്നേരം വരെയുള്ള സമയങ്ങളിൽ ആ സെന്ററിലെ വീട് സന്ദർശിക്കുക. ഞാനിങ്ങനെ ധ്യാനത്തിന്റെ തിങ്കളാഴ്ച ദിവസം ഭവന സന്ദർശനം നടത്തി. ചൊവ്വാഴ്ച ദിവസം ഭവന സന്ദർശനത്തിന്റെ സമയത്ത് ഒരു വീട്ടിൽ ഞാൻ കയറി ചെന്നപ്പോ, ഞങ്ങള് സാധാരണ ധ്യാന ദിവസങ്ങളിൽ ഭവനം സന്ദർശിക്കുന്നത് ആരെങ്കിലും ധ്യാനത്തിന് വരാത്തവരുണ്ടോ, വരാത്തവരെ എല്ലാം പ്രത്യേകമായിട്ട് ധ്യാനത്തിന് ക്ഷണിക്കുന്നതിന് വേണ്ടിയും നല്ല ഒരു ഒരുക്കമുണ്ടാകുന്നതിന് വേണ്ടി കുടുംബാംഗങ്ങൾ ഒന്നിച്ച് കുറച്ചു സമയം പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയും അവരുടേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും കേൾക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ആ ധ്യാന ദിവസങ്ങളിൽ ആ ഇടവകയിലുള്ള എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരിലേക്കെല്ലാം ദൈവത്തിന്റെ വചനത്തെ എത്തിക്കുക. ഇതാണ് ഈ ഭവന സന്ദർശനത്തിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു ഭവനത്തിൽ ഞാൻ കയറി ചെന്നപ്പോൾ ഞാൻ കുടുംബനാഥനോട് ചോദിച്ചു, ധ്യാനത്തിന് വരുന്നുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞായറാഴ്ച വന്നില്ല, തിങ്കളാഴ്ച വന്നില്ല, ചൊവ്വാഴ്ച രാവിലെ വന്നില്ല, ഞാൻ ഇതുവരെ വന്നില്ല. ഭാര്യയും മക്കളും ധ്യാനത്തിന് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ചേട്ടൻ ധ്യാനത്തിന് വരാത്തത്? എന്റെ അച്ഛാ, എനിക്ക് ധ്യാനത്തിന് വേണം പറ്റിയില്ല. എന്താണെന്നറിയാവോ, ഇയാള് വലിയൊരു കർഷകനാണ്, 10-20 ഏക്കർ സ്ഥലം അയാൾക്കുണ്ട്. അയാൾക്ക് ധ്യാനത്തിന് വരാൻ പറ്റാത്തതിന്റെ കാരണം, ഗോഡൌണിലേക്ക് എന്നെ കൊണ്ടുപോയി. 4 മുറിയുണ്ട്, വലിയ മുറികളാണ്. ഓരോ മുറിയും തുറന്ന് എന്നെ കാണിച്ചു. ആദ്യത്തെ മുറി തുറന്ന് കാണിച്ചപ്പോ ആ മുറിക്കകത്ത് മുഴുവൻ റബ്ബർ ഷീറ്റ് ഉണങ്ങി വെച്ചിരിക്കുകയാണ്. ഏതാണ്ട് കിൻഡിൽ കണക്കിന് റബ്ബർ ഷീറ്റ് ഉണങ്ങി അവിടെ വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഗോഡൌണിലെ 2ാമത്തെ മുറി എന്നെ തുറന്ന് കാണിച്ചു. അതിനകത്ത്
കുരുമുളക് ഉണക്കി ചാക്കിക്കെട്ടി ആ മുറി നിറച്ചും കുരുമുളകാണ്. മൂന്നാമത്തെ മുറി തുറന്നു കാണിച്ചു. അവിടെ കൊട്ടടയ്ക്ക ചാക്കിൽ കെട്ടി അട്ടികെട്ടിയായിട്ട് ഇട്ടിരിക്കുകയാണ്. നാലാമത്തെ മുറിയെ തുറന്നു കാണിച്ചു. നാലാമത്തെ മുറിയിൽ മുഴുവനും ഉണക്കത്തേങ്ങ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഈ സൂക്ഷിച്ചു വച്ചിരിക്കുന്നതായ അതിൽ ശ്രദ്ധിക്കാതെ വൈകുന്നേരം ധ്യാനത്തിന് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും കള്ളൻ ഇത് എടുത്തോട് പോയാൽ അത് മുഴുവൻ നഷ്ടപ്പെടും. ചേട്ടൻ കോപ്പിൾ മിഷൻ ധ്യാനത്തിന് പോകാത്തതിന്റെ കാരണം എന്താണെന്നാ പറഞ്ഞെന്നറിയാവോ? അയാളുടെ സമ്പത്ത് മുഴുവൻ ശേഖരിച്ചു വച്ചിരിക്കുന്നു. സമ്പത്ത് ശേഖരിച്ചു വച്ചിരിക്കുന്നത് കൊണ്ട് അയാൾക്ക് ധ്യാനം കൂടാൻ പോകാൻ പറ്റുന്നില്ല. ഞാന് കുഴപ്പക്കാരനാണോ അച്ഛാ? ഇതെല്ലാം കാണിച്ചിട്ട് അയാൾ എന്നോട് ചോദിച്ചു. ഞാൻ കേട്ടിട്ട് പറഞ്ഞു, ചേട്ടൻ കുഴപ്പക്കാരനല്ല, ചേട്ടന് ഈ സമ്പത്ത് മുഴുവൻ തന്ന കർത്താവാണ് കുഴപ്പക്കാരൻ. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് പ്രാർത്ഥിച്ച് കുടുംബങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിപ്പോയി. കാരണം അദ്ദേഹത്തോട് എന്തെല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് മുഴുവൻ കർത്താവ് അയാൾ കൊടുത്തുകൊണ്ട് അയാള് ഇതും സൂക്ഷിച്ചിരിക്കുകയാണ് ധ്യാനത്തിന് പോകാതെ. പ്രിയപ്പെട്ടവരെ, എന്ത് സംഭവിച്ചെന്നറിയാവോ? ഒരു 6 മാസം കഴിഞ്ഞപ്പം ഈ ചേട്ടനും ഭാര്യയും 2 മക്കളും കൂടെ കരഞ്ഞുകൊണ്ട് ദിവാൻ ധ്യാന കേന്ദ്രത്തിൽ വന്നിരിക്കുക. വലിയ മുതലാളിയായിരുന്നു, ഏക്കർ കണക്കിന് സമ്പത്തുണ്ടായിരുന്നു. എന്നെ 4 മുറികൾ, ഗോഡൌണിലെ 4 മുറികളും തുറന്നു കാണിച്ചതാ. അതിനകത്ത് നിറച്ചും ആദായം സൂക്ഷിച്ചു വെച്ചിരിക്കുക, സമ്പത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഇപ്പൊ എന്നിട്ട് ചേട്ടൻ എന്തുകൊണ്ടാ കരഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്? അച്ഛാ, എല്ലാം പോയച്ചാ. എന്ത് സംഭവിച്ചെന്നറിയാവോ? അവിടെ ഈ കോപ്പിൾ മിഷൻ നടത്തിയ ആ ഇടവകയിലെ പ്രദേശത്ത് വലിയ ഒരു ഉരുൾപൊട്ടലുണ്ടായി. ആ ഉരുൾപൊട്ടലിൽ മണ്ണും കല്ലും എല്ലാം ഒലിച്ചു വന്നിട്ട് ഇയാളുടെ ആ പറമ്പും വീടും മുഴുവൻ നശിച്ചു. കേറിക്കിടക്കാൻ ഇടവില്ല. അങ്ങനെ ഇപ്പൊ കേറി വന്നിരിക്കുന്നത് എല്ലാം നശിച്ച് കേറിക്കിടക്കാൻ ഇടമില്ലാത്ത വേദനയുമായിട്ടാണ്. ഏതായാലും ജീവൻ നഷ്ടപ്പെട്ടില്ലല്ലോ, സമ്പത്തല്ലേ നഷ്ടപ്പെട്ടുള്ളൂ. ചേട്ടാ വിഷമിക്കണ്ട. ദിവാൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനമൊക്കെ കൂടിയിട്ട് ഇവിടെ കർത്താവ് തന്റെ ഒരു അഭയം തരും. സ്വർഗത്തിൽ സമ്പത്ത് സൂക്ഷിച്ചു വെക്കാതെ ഇതെല്ലാം എന്റേതാണ് എന്ന് കരുതി നീ സമ്പത്തിലേക്ക് നോക്കി, പണത്തിലേക്ക് നോക്കി, സ്ഥാനമാനത്തിലേക്ക് നോക്കി അഹങ്കരിച്ചാൽ, നീ എളിമപ്പെടാതിരുന്നാൽ, നിന്റെ അനുദിന ജീവിതം ഇടുങ്ങിയ വഴിയിലൂടെ, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുന്നതിന് വേണ്ടി നീ ഒരുക്കാതിരുന്നാൽ നിന്റെ ജീവിതം നഷ്ടമായി തീരും. അതുകൊണ്ട് കർത്താവിന്റെ വചനം പറഞ്ഞു തരുന്നു, നീ അനുദിന ജീവിതത്തിൽ ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കാനായിട്ട് പരിശ്രമിക്കണം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വചനത്തിൽ യേശു പറഞ്ഞു, അതുകൊണ്ട് വഴി ഞാനാണ്, വഴിയും സത്യവും ജീവനും ഞാനാണ്. യേശു പറഞ്ഞു, ഞാനാണ് വഴി. ഞാനാകുന്ന വഴിയിലൂടെ സഞ്ചരിക്കുന്നതിന് എന്റെ മനോഭാവത്തെ സ്വീകരിച്ച് നീ നിന്റെ ജീവിതത്തെ ഓരോ ദിവസവും ക്രമപ്പെടുത്തുക. വീണ്ടും യേശു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 9-ാം തിരുവചനം, ഞാനാണ് വാതിൽ. ഈ വാതിലിലൂടെ അകത്ത് പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഞാൻ എന്ത് മനസ്സിലാക്കണം? യേശുവാകുന്ന വഴിയിലൂടെ, യേശുവാകുന്ന വാതിലിലൂടെ പ്രവേശിക്കാൻ തക്കവിധത്തിൽ എന്റെ അനുദിന ജീവിതത്തിൽ ഞാൻ യേശുവിനെ സ്വന്തമാക്കി. യേശുവിന്റെ മനസ്സിന്റെ വിശാലത പോലെ എന്റെ മനസ്സിനെയും ഞാൻ അനുദിന ജീവിതത്തിൽ വിശാലമാക്കിയാൽ, എന്റെ ഹൃദയത്തെ വിശുദ്ധമാക്കിയാൽ, എന്റെ ജീവിതത്തെ ഓരോ ദിവസവും എളിമപ്പെടുന്നതിന് വേണ്ടി ഒരുക്കിയാൽ എനിക്ക് ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കാനും ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കാനും സാധിക്കും. ഇത് ഓരോ ദിവസവും ശ്രദ്ധിക്കുന്ന വ്യക്തിയായി നീ മാറണം. മാറിയാൽ നിന്റെ ഓരോ ദിവസത്തെയും ജീവിതം കൂടുതൽ കൂടുതൽ അനുഗ്രഹപ്രദമായി തീരും. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണടച്ച് നിന്റെ ഇന്ന് വരെയുള്ള ജീവിതത്തിൽ ഓരോ ദിവസവും ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കാനും ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കാനും പരിശ്രമിക്കുന്നതിൽ, തയ്യാറെടുക്കുന്നതിൽ, ഒരുങ്ങുന്നതിൽ നീ മടി കാണിച്ചെങ്കിൽ
ദൈവത്തിന്റെ വചനം നിനക്ക് പറഞ്ഞു തരുന്നു, മകനെ, മകളെ, നിന്റെ ജീവിതം ഇവിടെയല്ല, സ്വർഗത്തിലാണ്. ഈ ലോക ജീവിതത്തിൽ ഓരോ ദിവസവും ഹൃദയത്തിന്റെ വിശുദ്ധിയും മനസ്സിന്റെ വിശാലതയും ജീവിതത്തിന്റെ എളിമയും നീ സ്വീകരിച്ചാൽ നിന്റെ ജീവിതം അനുഗ്രഹപ്രദമായി തീരും. കർത്താവേ, ഈ മനോഭാവത്തിൽ എവിടെയെങ്കിലും കുറവ് വന്നുപോയെങ്കിൽ, പോരായ്മ വന്നുപോയെങ്കിൽ അതിനെ തിരുത്തി കൂടുതൽ എളിമയിലും വിശുദ്ധിയിലും മനസ്സിന്റെ വിശാലതയിലും ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ.